പലപ്പോഴും നമുക്ക് ബിസിനസ്സിൽ റിസ്ക് എടുക്കാൻ പറ്റാത്തതിന്റെ ബേസിക് കാരണം 4 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫ്രം എ ഹിപ്നോതെറപ്പി സ്റ്റാൻഡ് പോയിന്റ്. ഒന്ന്, പാസ്റ്റ് കണ്ടീഷൻസ്. ചെറുപ്പത്തിൽ നമ്മൾ ഒരു സ്റ്റേബിൾ ലൈഫ് ജീവിക്കാനായിരിക്കും ഫോക്കസ് കൊടുത്തിട്ടുണ്ടാവും. അവിടെ അംബിഷൻസ് ഉണ്ടാവില്ല, സക്സസ്ഫുൾ ആവണമെന്നില്ല, ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ബ്രെയിൻ എപ്പോഴും ഒരു ഫെമിലിയർ ഫീൽഡിലാണ് കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ചെറുപ്പത്തിൽ ആ കുഞ്ഞ് കംഫർട്ടബിൾ ആയിരുന്ന ഫീൽഡ് എപ്പോഴായിരിക്കും? സ്ട്രഗിൾ ചെയ്യുന്ന ഫീൽഡാണ്. അച്ഛനും അമ്മയും ഡെയിലി ജോലി ചെയ്ത് കൊണ്ടിരുന്ന മണിയിൽ മാത്രം ജീവിച്ചു പോകണം. അപ്പോൾ അവിടെ എംബിഷൻസിന് വാല്യൂ ഉണ്ടോ? ഇല്ല. എംബിഷൻ ആഗ്രഹിക്കാനുള്ള സ്പേസ് ഉണ്ടോ? ഇല്ല. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചറാണ്, കാരണം അത് സ്റ്റെബിലിറ്റി നമുക്ക് തരില്ല. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ ഭയങ്കര പേടി തോന്നി കണ്ടിട്ടുണ്ട്. ബിസിനസ്സിന്റെ റിസ്ക് എടുക്കാത്തതിന്റെ രണ്ടാമത്തെ പോയിന്റ് ഞാൻ കണ്ടുവന്നിട്ടുള്ള ഫിയർ ഓഫ് റിജക്ഷൻ അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ആണ്. ആൾക്കാർ എന്ത് പറയും? ചെറുപ്പത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടാവും നമ്മളെ. അപ്പോൾ ആ സമയത്ത് അച്ഛനും അമ്മയും കൂടെ നിന്ന് നമ്മളുടെ ഇമോഷനെ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ സ്വയമേ വിചാരിക്കും ഐ ആം നോട്ട് ഗുഡ് ഇനഫ്. അപ്പോൾ ഈ കുഞ്ഞ് വലുതായി വരുമ്പം അദ്ദേഹം മോർ അട്രാക്റ്റഡ് ആവുക ഈ ഫിയർ ഓഫ് റിജക്ഷനോ അല്ലെങ്കിൽ റിസ്ക് എടുക്കുന്ന ആൾക്കാർ ലോസിൽ അനുഭവിച്ച സ്റ്റോറീസിനോടായിരിക്കും കൂടുതൽ അട്രാക്ട് ചെയ്യുക. അദ്ദേഹത്തിന് ഫ്രണ്ട് സർക്കിളിൽ ഈ എഫർമേഷൻ ബിലീഫായി മാറ്റുന്ന ആൾക്കാരായിരിക്കും അട്രാക്ഷൻ വരിക. ഇതൊക്കെ നമ്മൾ ബിസിനസ്സിൽ റിസ്ക് എടുക്കാൻ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്.